അവധിക്കാല യാത്ര 29-ാം തീയതിയാണ് ആരംഭിച്ചത്. മധുര, രാമേശ്വരം, കമ്പം, ധനുഷ്കോടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് യാത്ര. ഞങ്ങളും അതുപോലെ തന്നെ അനിയത്തിയും കുടുംബവും കൂടി കൂടെയുണ്ട്. ഞങ്ങൾ കാറിലാണ് യാത്ര തിരിച്ചത്. പോകുന്ന വഴിയിൽ ഒരുപാട് മലകളും എല്ലാം കാണാനായി കഴിഞ്ഞു. നിറയെ പൂക്കളും അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ മധുരയിലെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം മധുരയിലെത്തി. ഞങ്ങൾ ആദ്യം മധുരയിലെ ഭക്ഷണമാണ് കഴിച്ചത്. നമ്മുടെ ഭക്ഷണത്തിൽ പരിപ്പും നെയ്യും, അതുപോലെ തന്നെ വട, പിന്നെ അതുപോലെ നമ്മൾ കഴിക്കാത്തൊരു കറി വത്തക്കുഴമ്പ്, ചുണ്ടങ്ങ ഒക്കെ ഇട്ട ഒരു കറി കൂടി നമുക്കന്ന് ലഭിച്ചു. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച നേരെ ഞങ്ങൾ റൂം ആദ്യമേ ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അവിടേക്ക് തിരിച്ചു. ദ ചെന്നൈ സിൽക്സിൻ്റെയൊക്കെ മുന്നിലായിട്ട് ഹോട്ടൽ സുപ്രീമിലാണ് ഞങ്ങൾ താമസിച്ചത്. റൂമൊക്കെ അത്യാവശ്യം സൗകര്യമുള്ള റൂം തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് വൃത്തിയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥ ഉള്ള പോലെ തോന്നി മധുരയിലെ റൂമിൽ മാത്രം. പുറത്തൊന്നും അത്ര എല്ലാവരും പറഞ്ഞിരുന്നു വൃത്തിഹീനമായ സാഹചര്യമാണ് മധുരയിലുള്ളത് എന്നൊക്കെ. പക്ഷെ അത്ര അങ്ങനെ ഉള്ളൊരു സാഹചര്യം പോലെയൊന്നും നമുക്ക് തോന്നിയില്ല. മധുര പൊതുവെ ഭയങ്കര തിരക്കേറിയ ഒരു നഗരമാണ്. ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന, അതുപോലെ തന്നെ ട്രാഫിക് റൂൾസൊന്നും അത്രത്തോളം പാലിക്കാത്ത ഒരു നഗരമായി മധുര തോന്നി. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കുളിച്ച് ഫ്രഷായി അമ്പലത്തിലേക്കാണ്. അവിടെ നിന്ന് ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഈ ഓട്ടോയിൽ എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാം. അവർ സീറ്റ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരും, നമുക്ക് പൊന്തിച്ച് വെക്കും. അപ്പോൾ പിന്നെ എത്ര പേർക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാം. അത് ഭയങ്കര ഒരു ആകർഷണീയമായി തോന്നി മധുരയിലെ കാഴ്ച. നമ്മുടെ ഇവിടെ കൂടി അങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ എന്ന് തോന്നി. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാനായി സാധിച്ചു. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കാണുന്നത്. മധുരയിലെ വീതികളിലൂടെ എല്ലാവിടെ നോക്കിയാലും നിറയെ ജനങ്ങൾ, നല്ല തിക്കും തിരക്കുമുള്ള ഒരു നഗരമായിട്ടാണ് എനിക്ക് മധുര അനുഭവപ്പെട്ടത്. മധുരയിലെ ഏറ്റവും ഫേമസ് മല്ലിപ്പൂ അല്ലെങ്കിൽ പിച്ചിപ്പൂ അതൊക്കെയാണ്. ഒരുപാട് മുല്ല വിൽക്കുന്ന ഒരുപാട് സ്ത്രീകളെ വഴിയോരത്ത് നമുക്ക് കാണാം. ഞങ്ങൾ ആദ്യം പിച്ചിപ്പൂ അല്ലെങ്കിൽ മല്ലിപ്പൂ വാങ്ങി. മുല്ലയുടെ ഒരു ചെറിയ തരം മുല്ല തന്നെയാണത്. അങ്ങനെ ഈ കാണുന്നതാണ് മധുര ക്ഷേത്രം. ഇപ്പോഴും പണി നടക്കുകയാണ്. മധുര എത്രയോ വർഷങ്ങളായി നടക്കുന്ന പണിയാണ്. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കതിൻ്റെ ഫ്രണ്ട് വ്യൂ, പിന്നെ അതുപോലെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ കയറ്റാനായി സമ്മതിക്കില്ല. അപ്പോൾ നമുക്കവിടെ ഫോണ്, ചെരുപ്പ് അതൊക്കെ പുറത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. മധുരയിലെ അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതിറങ്ങിയതിന് ശേഷം പിന്നീട് പോയത് അവിടുത്തെ ഓരോ ഫുഡുകളുടെ ഇത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. മധുര ഫേമസ് ആയിട്ടുള്ളത് ഭക്ഷണങ്ങൾക്ക് കൂടിയാണ്. വിവിധ തരം രുചികളിലുള്ള ഭക്ഷണങ്ങൾ മധുരയിൽ ലഭ്യമാണ്. ഇപ്പം നമ്മൾ ഒരു കടയിൽ കയറിയിരിക്കുന്നത് ജിഗർദണ്ഡ കുടിക്കാനായിട്ടാണ്. ജിഗർദണ്ഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പാലട പ്രഥമൻ പോലെ തന്നെയാണ്. പാലട പ്രഥമനിൽ അവർ ഐസ്ക്രീം, നട്ട്സ്, പിന്നെ വേറെ എന്തൊക്കെയോ ഒഴിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് അറിയില്ല. അതൊക്കെ ഒഴിച്ചു തരുന്ന ഒരു പാനീയമാണ് ജിഗർദണ്ഡ. ചിലവിടെ ഐസ്ക്രീം ഇടുന്നുണ്ട്, ചിലവിടെ ഐസ്ക്രീം ഒന്നും നമുക്ക് ഇടാതെ നട്ട്സൊക്കെ ഇട്ടിട്ടാണ് തരുന്നത്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്വാദുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. മധുര ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. മധുര അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണ് പ്രവേശനം ഇല്ല, ഫോണ് കയറ്റാൻ സമ്മതിക്കില്ല. അപ്പോൾ മധുര അമ്പലം എന്ന് പറഞ്ഞാൽ അവിടെ അത് ഉള്ളിലൊക്കെ തിരക്കാണ്. പല തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാം. അതായത് ഗുജറാത്തി, മറാത്തി, രാജസ്ഥാനി, അതുപോലെ പലതരത്തിലുള്ള തമിഴ്, തെലുങ്ക്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെയൊക്കെ വേഷവിധാനം വ്യത്യസ്തമാണ്. അവരെ കാണാൻ വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ കൂടെ നിന്നിട്ടാണ് നമ്മൾ തൊഴുകാനായി നിൽക്കുന്നത്. കുറച്ച് നേരം ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് തൊഴുകാനായി സാധിക്കുന്നത്. ഉള്ളിലെ അമ്പലം എന്ന് പറഞ്ഞാൽ നമുക്ക് വർണ്ണനാതീതമാണ്. ഇത് വൈഗൈ നദിക്കരയിലാണ് ഈ മധുര എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളിലായിട്ട് ഒരു കുളം,
ഒക്കെയുണ്ട്. 2500 വർഷങ്ങൾ ഓളം പഴക്കമുള്ള ഒരു നഗരമാണ്. പാണ്ഡ്യരാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മധുര. പാണ്ഡ്യരാജാവായിരുന്ന കുലശേഖരൻ നിർമ്മിച്ച മധുരയിലെ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രമാണ് ഇത്. നമ്മൾ പോയത് പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അങ്ങനെ ജിഗർദണ്ഡ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ അടുത്ത് അവിടെ വീതികളിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്. ഒരു ആന നല്ല ഭംഗിയുള്ള കുറിയൊക്കെ തൊട്ട് നടന്നു വരുന്ന ഒരു ആന. നല്ല കൊട്ടും പാട്ടും മേളവുമായിട്ടാണ് വന്നത്. അതുപോലെ ഒരു പശുക്കളെ അവിടെ ആരാധിക്കുന്ന ഒരു ഇതായിട്ട് നമുക്ക് തോന്നി. അത് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പശുവിൻ്റെ മേലും അത് ഒരു പുതപ്പ് പോലെയുള്ളതൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. തൊട്ട് പിന്നാലെ മധുര മീനാക്ഷി അമ്മനും അങ്ങനെ ഇതുണ്ട്, കാഴ്ച ശീവേലി പോലെ. നമ്മുടെ ഇവിടെ കാഴ്ച ശീവേലി എന്ന് പറയും. അപ്പോൾ ആ ഒരു തരത്തിൽ ഇങ്ങനെ രഥങ്ങളിലായിട്ട് കൊണ്ടുവരികയായിരുന്നു ദേവീദേവന്മാരെ. ആ കാഴ്ച വളരെ മനോഹരമായിരുന്നു. ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പാണ്ഡ്യ രാജാവായ കുലശേഖര പാണ്ഡ്യനാണ്. വാസ്തുശില്പ മാതൃക കൊണ്ട് ശ്രദ്ധേയമായ ഈ ക്ഷേത്ര നഗരം ഒരു 14 ഏക്കർ സ്ഥലത്തായിട്ടാണ് പരന്നു കിടക്കുന്നത്. 4 വലിയ ഗോപുരങ്ങളും 8 ചെറിയ ഗോപുരങ്ങളും ചേർന്നതാണ് ക്ഷേത്രത്തിൻ്റെ കെട്ടിടം. കൂടാതെ അതിനുള്ളിലായിട്ട് നമുക്ക് 1000 കാൽ മണ്ഡപം കാണാം. അത് വളരെ ഭംഗിയായിട്ടുണ്ട് 1000 കാൽ മണ്ഡപം എന്ന് പറയുന്നത്. പിന്നെ അഷ്ടശക്തി മണ്ഡപം, പുതുമണ്ഡപം, തെപ്പക്കുളം, നായ്ക്കൽ മഹൽ എന്നിവയും ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളായി നമുക്ക് കാണാനായി കഴിയും. മധുരയിൽ നിന്ന് അടുത്ത് തന്നെയാണ് തിരുപ്പറക്കുണ്ട്രം. നമുക്ക് സമയമുണ്ടെങ്കിൽ തിരുപ്പറക്കുണ്ട്രവും പോകാവുന്നതാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മധുര. പാർവതി ദേവിയാണ് നമ്മൾ മീനാക്ഷി എന്ന് പറയുന്നത്. അവതാരമായ മധുരൈ രാജകുമാരിയും പരമശിവനെ അറിയപ്പെടുന്നത് സുന്ദരേശ്വരൻ എന്നാണ്. തമ്മിലുള്ള വിവാഹം നടന്ന സ്ഥലമായാണ് ഐതിഹ്യങ്ങളിൽ ഇത് പറയപ്പെടുന്നത്. 14 ഗോപുരങ്ങളും 1000 കാലുള്ള മണ്ഡപവും മനോഹരമായ ശില്പകലകളും നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. ശിവനെ വണ്ടിയിൽ കൊണ്ടുപോകും. 33,000-ഓളം ശില്പങ്ങളുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നും പോയത് ബൺ പൊറോട്ട കഴിക്കാനായാണ്. അങ്ങനെ ബൺ പൊറോട്ട നമ്മൾ പാഴ്സലായി വാങ്ങി പിന്നീട് വീണ്ടും ഓട്ടോയിൽ തന്നെ തിരിച്ചു. അപ്പോൾ ഓട്ടോയിൽ നേരെ പോയത് പിന്നീട് ബൺ പൊറോട്ട അവിടെ വളരെ ഫേമസ് ആണ്. ബൺ പൊറോട്ടയും ചിക്കൻ കറി അല്ലെങ്കിൽ മട്ടൻ കറിയൊക്കെയാണ് അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുക. പിന്നെ അതിനുശേഷം നമ്മൾ പോയത് തിരുനെൽവേലി ഹൽവ കിട്ടുന്ന പ്രസിദ്ധമായ ഒരു കടയിലേക്കാണ്. അപ്പോൾ ഓട്ടോക്കാരൻ നമ്മൾ മലയാളികളാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം വയ്ക്കുന്ന പാട്ടുകളെല്ലാം മലയാളം പാട്ടുകളായിരുന്നു. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. മധുരൈ വീഥികളിലൂടെ നമ്മുടെ മലയാളം പാട്ടും കേട്ട് പോകുന്ന ഒരു യാത്ര വളരെ രസകരമായിരുന്നു. അതുപോലെ ഓട്ടോക്കാരനും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അദ്ദേഹത്തോട് നമുക്ക് മധുരയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ മധുരൈ വീഥികളിലൂടെ നമ്മുടെ മലയാളം പാട്ടും കേട്ടുള്ള യാത്രയാണ്. എല്ലാ കടകളും ഭക്ഷണ കടകളാണ്. ഈ രാത്രി മധുരൈ നഗരം എന്ന് പറഞ്ഞാൽ ഉറങ്ങാത്ത നഗരം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഭക്ഷണങ്ങൾക്ക് ഒരുപാട് പേരും പ്രശസ്തിയും മധുര പലഹാരങ്ങൾക്ക് പേരും പ്രശസ്തിയും കേട്ട ഒരു നഗരമാണ്. അപ്പോൾ എല്ലാ കടകളിലും വളരെ നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ഇപ്പോൾ ജോസഫ് എന്ന സിനിമയിലെ വെട്ടം സിനിമയിലെ പാട്ടൊക്കെയാണ് അദ്ദേഹം നമുക്ക് വേണ്ടി വെച്ച് തന്നിരിക്കുന്നത്. അതുപോലെ ഓട്ടോറിക്ഷയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി ഇരിക്കാൻ പറ്റുന്നതും വളരെ ഒരു നല്ല കാര്യമായി തോന്നി. അതുപോലെ എല്ലാവർക്കും ഒരു ഓട്ടോയിൽ പോകാൻ കഴിഞ്ഞതും വളരെ ഒരു നല്ല അനുഭവമായി തോന്നി.
പക്ഷേ ട്രാഫിക് റൂളുകളൊന്നും കറക്റ്റായിട്ട് പാലിക്കാത്ത ഒരു നഗരമായി മധുര തോന്നി. ഹെൽമെറ്റൊന്നും അധികം ആരും വെക്കുന്നതോ ഒന്നും നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ തിരുനെൽവേലി ഹൽവ കിട്ടുന്ന കടയിലേക്ക് എത്തി. പ്രേം വിലാസ് അതാണ് ആ കടയുടെ പേര്. അവിടെ ഇറങ്ങി ഞങ്ങൾ ഹൽവയും വാങ്ങി നേരെ റൂമിലെത്തി. പിന്നെ ബൺ പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊറോട്ടയുടെ ചെറിയ രൂപമാണ്. അത് ചൂടോടുകൂടി കഴിക്കണം. അതുപോലെ അവർ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല മൊരിഞ്ഞ് ക്രിസ്പായിട്ടിരിക്കും. അതിൻ്റെ കൂടെ മട്ടൻ കറിയോ ചിക്കൻ കറിയോ അതായിരിക്കും കൂടി കഴിക്കാൻ. അന്നായിരുന്നു ഏട്ടൻ്റെ പിറന്നാളും. അപ്പോൾ ഏട്ടൻ്റെ പിറന്നാളും അതുപോലെ ആമിക്ക് USS കിട്ടിയതും ഞങ്ങൾ അന്ന് അവിടെ റൂമിൽ വെച്ച് ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ്. ആമി USS ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റായി കിട്ടിയതിൻ്റെയും ഏട്ടൻ്റെ പിറന്നാളിൻ്റെയും കേക്ക് ഞങ്ങൾ അന്ന് അവിടെ മുറിച്ചു. അതുപോലെ ഏട്ടനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി ഞങ്ങളന്ന് കയ്യിൽ കരുതിയിരുന്നു. അതൊരു വാച്ചായിരുന്നു. അതൊരു സ്മാർട്ട് വാച്ചായിരുന്നു. ഒരു മാസം മുന്നേ നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു വാച്ചായിരുന്നു. അപ്പോൾ അതുകൂടി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഉറങ്ങി. ഈ കേക്ക് മുറിക്കുമ്പോൾ സമയം ഏകദേശം 12 മണി 12:30 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത്.